അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1501 ജന്മദിനത്തോടനുബന്ധിച്ച് കടുവാപ്പള്ളിയുടെ ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടികൾ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ, ആഗസ്റ്റ് 14 മുതൽ 25 വരെ ഉള്ള ദിവസങ്ങളിൽ ഗംഭീരമായ പരിപാടികളോടൊപ്പം സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇക്കുറി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, എംപിമാർ, MLAമാർ, വിവിധ വിദ്യാഭ്യാസ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ KTCT അങ്കണത്തിൽ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ KTCT നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ അനവധിയായിട്ടുള്ള സാമൂഹ്യക്ഷേമ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആത്മീയ വിദ്യാഭ്യാസവും ആധുനിക വിദ്യാഭ്യാസവും ആരോഗ്യ വിദ്യാഭ്യാസവും ഒക്കെ വളരെ ഭംഗിയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നബിദിനാചരണ പരിപാടികളെല്ലാം ആ തരത്തിലായിരിക്കണമെന്നുള്ളതാണ് KTCT കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഒരു നബിദിനാചരണ കമ്മിറ്റി രൂപം കൊണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, ട്രസ്റ്റ് കമ്മിറ്റിയുടെയും നബിദിനാചരണ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വിവിധപൂർണമായ പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് റബീഉൽ അവ്വൽ 1 ബഹുമാനപ്പെട്ട പ്രസിഡന്റ് താഹ സാഹിബ് അവറുകൾ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് നമ്മുടെ നബിദിനാചരണ പരിപാടികൾ ആരംഭിക്കുന്നത്. ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കടുവാപ്പള്ളിയുടെ ചീഫ് ഇമാം അബൂ റബീ സദഖത്തുള്ള മൗലവി അവറുകൾ ആ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നതാണ്. ആഗസ്റ്റ് 15 നമുക്കെല്ലാം അറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ആ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സ്മൃതി എന്നൊരു വൈവിധ്യമാർന്ന പരിപാടി KTCT അറബിക് കോളേജ്, KTCT ജാമിയ സലാഹിയ ഇസ്ലാമിയ അറബിക് കോളേജ്, അതിൻ്റെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ആ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. സ്വാതന്ത്ര്യദിന സ്മൃതി എന്ന പേരിലാണ് ആ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആഗസ്റ്റ് 15 രാവിലെ 10 മണിക്ക്. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട പരിപാടിയായി വരുന്നത്. ആഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നമ്മളൊരു പുതിയ പരിപാടി, ഒരു മത്സര പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബാങ്ക് വിളി മത്സരമാണ്. ബാങ്ക് വിളി മത്സരം ആഗസ്റ്റ് 17. ആഗസ്റ്റ് 18 മുതൽ 23 വരെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങൾ 7 മണി വരെ കേരളത്തിലെ 7 മണി മുതൽ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഗത്ഭരായ മതപണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുന്നു. മതപ്രഭാഷണ പരമ്പര EP അബൂബക്കർ കാസിമി, അൻവർ മുഹിയുദ്ദീൻ ഹുദവി, അബൂ റബീ സദഖത്തുള്ള മൗലവി, കായംകുളം ഷാഫി മൗലവി, കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി, നവാസ് മന്നാനി തുടങ്ങിയിട്ടുള്ള ആളുകളാണ് അതിനകത്ത് നേതൃത്വം കൊടുക്കുന്നത്. ആഗസ്റ്റ് 19 വൈകിട്ട് 4:30 KTCT ട്രസ്റ്റ് പള്ളിക്കലിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള KTCT സ്കൂൾ പള്ളിക്കൽ ബഹുനില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ഷംസുദ്ദീൻ അവറുകൾ നിർവഹിക്കുന്നു. സമയം 4:30 പള്ളിക്കൽ മുക്കങ്കോട് എന്ന സ്ഥലത്താണ്. വർക്കല MLA V ജോയി ആ പരിപാടിയുടെ അധ്യക്ഷനായിരിക്കും. മറ്റ് ജനപ്രതിനിധികൾ, ജമാഅത്ത് ഭാരവാഹികൾ, സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കും. ആഗസ്റ്റ് 20 വ്യാഴാഴ്ച നമ്മുടെ ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെയൊക്കെ അഭിമാനവുമായിട്ടുള്ള ഖുവത്തുൽ ഇസ്ലാം മദ്രസ, അതിൻ്റെ വജ്ര ജൂബിലി ആഘോഷ പരിപാടിയാണ്. വൈകുന്നേരം 3 മണിക്ക് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ KTCT മദ്രസയുടെ വജ്ര ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രസ്തുത പരിപാടിയിൽ ശ്രീ ഗുരുരത്നം ജ്ഞാനതപസ്സി
ശാന്തിഗിരി ആശ്രമം, ഫാദർ സവോറിയസ് തോമസ് തിരുവല്ല, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗസ്റ്റ് 21 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് വളരെ ഭംഗിയായി കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൂഫാൻ ഐക്യദാർഢ്യ സെമിനാർ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്നു. പ്രസ്തുത യോഗത്തിൽ അടൂർ പ്രകാശ് എം പി, എ റഹീം എം പി, വി മുരളീധരൻ MLA, വർക്കല കഹാർ XMLA, വർക്കല DYSP ശ്രീ രമേശ് കുമാർ അവറുകൾ, ശരചന്ദ്ര പ്രസാദ്, കല്ലമ്പലം നബീൽ തുടങ്ങിയിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം 6 മണിക്ക് KTCTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ടുള്ള KTCT ഹോസ്പിറ്റലിൽ നമ്മളൊരു പുതിയ ബഹുനില മന്ദിരം നിർമ്മിക്കുകയാണ്. 5 നില മന്ദിരമാണ്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് അവർകൾ അതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയാണ്. പ്രസ്തുത യോഗത്തിൽ OS അംബിക MLA, രമ്യ ഹരിദാസ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയദർശിനി, ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർമാൻ M പ്രദീപ് തുടങ്ങിയവർ അതിനകത്ത് പങ്കെടുക്കും. ആഗസ്റ്റ് 23 ഞായറാഴ്ച KTCT ഹോസ്പിറ്റലിൻ്റെയും KTCT അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്ന നമ്മുടെ പാരാമെഡിക്കൽ സ്ഥാപനത്തിൻ്റെയും നേതൃത്വത്തിൽ ഇടവയിൽ പുതുതായി നമ്മളൊരു ക്ലിനിക്കൽ ലാബ് ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം, ക്ലിനിക്കൽ ലാബിൻ്റെ 2ാമത് ശാഖയാണ്. 1ാമത്തെ ശാഖ മണനാക്കിൽ ആരംഭിച്ചു, വിജയകരമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. 2ാമത്തെ ശാഖ ഇടവയിലാണ്. അതിൻ്റെ ഉദ്ഘാടനം ആഗസ്റ്റ് 23 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഇടവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റീതു മോഹൻ നിർവഹിക്കും. ആഗസ്റ്റ് 24 തിങ്കളാഴ്ച രാവിലെ 6:30 നബിദിന സന്ദേശ ഘോഷയാത്ര. നബിദിന സന്ദേശ ഘോഷയാത്ര ഈ നാട്ടിലെ മതസാഹോദര്യവും എല്ലാം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കടുവയിൽ തങ്ങളുടെ മക്ബറയിൽ നിന്നും ആരംഭിച്ച് കടുവാപ്പള്ളിയുടെ ഇമാം അബൂ റബി സദക്കത്തുള്ള മൗലവി അവറുകളും KTCTയുടെ ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾ, അറബി കോളേജിലെ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, ട്രസ്റ്റ് അംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. രാവിലെ 6:30 ആരംഭിക്കും. അന്നേ ദിവസം ആഗസ്റ്റ് 24 രാവിലെ 10 മണിക്ക് നബിദിനാചരണ പരിപാടികളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം, മാനവ മൈത്രി നബിദിന സമ്മേളനവും KTCT അവാർഡ് സമർപ്പണവും അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവറുകൾ നിർവഹിക്കുന്നു. അടൂർ പ്രകാശ് MP, സുധീർ ഷാ പാലോട് MLA, വർക്കല കഹാർ XMLA, നമ്മുടെ ഇമാം ഉൾപ്പെടെയുള്ള ഒട്ടനവധിയായിട്ടുള്ള ആളുകൾ അതിനകത്ത് പങ്കെടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത KTCT നബിദിനാചരണ പരിപാടികൾ വെച്ചിട്ട് ഓരോ വർഷവും കേരളത്തിലെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾക്ക് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. KTCT അവാർഡെന്നാണ് അതറിയപ്പെടുന്നത്. ഈ വർഷം ആ അവാർഡിന് നമ്മുടെ ട്രസ്റ്റ് കമ്മിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ കേരളത്തിനകത്ത് 100ഓളം മുസ്ലിം പള്ളികൾ നിർമ്മിച്ച മോസ്ക് മാൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ അതിപ്രശസ്തനായ ആർക്കിടെക്റ്റ് ശ്രീ ഗോപാലകൃഷ്ണൻ, നമ്മുടെ കടുവാപ്പള്ളി ഉൾപ്പെടെയുള്ള കടുവാപ്പള്ളി, ഭീമാപ്പള്ളി, വാവരുപള്ളി, എരുമേലി, ആലങ്കോട് പള്ളി, പാളയം പള്ളി ഉൾപ്പെടെയുള്ള 100ഓളം പള്ളികൾക്ക് ഇത്രയും മനോഹരമായ ഇന്ത്യൻ അറബ് സാരസ് മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടുള്ള മനോഹരമായ പള്ളികളുടെ ഒരു ശില്പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ശ്രീ ഗോപാലകൃഷ്ണൻ ആർക്കിടെക്റ്റിനാണ് KTCTയുടെ അവാർഡ്. അവിടെ വെച്ച് അതിൻ്റെ അവാർഡ് ദാനം നിർവഹിക്കുന്നതാണ്. 10ാമത്തെ അവാർഡ്, KTCT നൽകുന്ന 10ാമത്തെ അവാർഡ്. ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള അവാർഡുകൾ നമ്മുടെ ബഹുമാനരായിട്ടുള്ള
പുനത്തിൽ കുഞ്ഞബ്ദുള്ള, കെ പി രാമനുണ്ണി, ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, ഡോക്ടർ പൊന്നൂർ സോമരാജൻ, ഡോക്ടർ അബ്ദുസമദ് സമദാനി, ഇ ടി മുഹമ്മദ് ബഷീർ, എ പി അബൂബക്കർ ഖസറർ ഇവർക്കാണ് ഇതിന് മുന്നേ അവാർഡ് കൊടുത്തിട്ടുള്ളത്. ഈ വർഷത്തെ അവാർഡ് ശ്രീ ഗോപാലകൃഷ്ണൻ ആർക്കിടെക്ട് അവർക്കാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടത്. ഈ പ്രസ് മീറ്റിൽ KTCTയുടെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് എ താഹ അവർ, ജനറൽ സെക്രട്ടറി AMA റഹീം, ട്രഷറർ മുഹമ്മദ് ഷഫീഖ്, നിതിനാചരണ കമ്മിറ്റിയുടെ കൺവീനർ സജീർ ഖാൻ, നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഏറ്റവും മികവായ രൂപത്തിൽ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്ന ബഹുമാനായിട്ടുള്ള MS ഷഫീർ, KTCT ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കൺവീനർ അബ്ദുൽ കലാം, KTCT BEd കോളേജിൻ്റെ ചെയർമാൻ അഫ്സൽ, KTCT കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ കൺവീനർ അസ്മീർ, KTCT BEd കോളേജിൻ്റെ ചെയർമാനായിട്ടുള്ള കൺവീനറായിട്ടുള്ള മുനീർ മൗലവി, നിബന്ധനാചരണ കമ്മിറ്റിയുടെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഇർഷാദ് ബാക്കവി ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ,